നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം ആധുനിക സമൂഹത്തിന് യോജിക്കാൻ കഴിയാത്തതെന്ന് DYFI. UDF മന്ത്രിമാർ സ്ത്രീ വിരുദ്ധത അലങ്കാരമായി കൊണ്ടു നടക്കുകയാണെന്നും DYFI. CP ജോൺ പൊതുസമൂഹത്തോടെ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് DYFIയുടെ നേതൃത്വത്തിൽ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ മാർച്ച്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാരിൻ്റെ ജനദ്രോഹ നടപടിക്കെതിരെ മങ്കര ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് CPM പ്രതിഷേധ മാർച്ച്. അപ്രതീക്ഷിതമായുണ്ടായ പേമാരിയിലും കാലവർഷക്കെടുതിയിലും ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ സാമൂഹ്യബോധമുള്ള പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ അംഗങ്ങൾ തയ്യാറാകണമെന്ന് രമേശ് പിഷാരടി MLA. എല്ലാവരും ചേർത്ത് പിടിക്കുന്നതാണ് കേരള മോഡലെന്നും MLA. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ നേതൃത്വ യോഗം പാലക്കാട്ട്. ആരോഗ്യമേഖലയ്ക്ക് കൂടുതൽ കരുത്തേകാൻ ഷൊർണൂർ നഗരസഭ കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയുള്ള പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനൊരുങ്ങുന്നു. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് നിലവിലുള്ള പഴക്കം ചെന്ന കെട്ടിടങ്ങളായ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും കണയം റോഡിലുള്ള സബ് സെൻ്ററിൻ്റെയും കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി 2 കെട്ടിടങ്ങൾ നിർമ്മിക്കുക. 1,10 ലക്ഷം രൂപ ചിലവിൽ. കെട്ടിടസ്ഥലം നഗരസഭ അധികൃതർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വാർത്തകൾ വിശദമായി. ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ സ്ത്രീ വിരുദ്ധ പരാമർശം ആധുനിക സമൂഹത്തിന് യോജിക്കാൻ കഴിയാത്തതെന്ന് DYFI. UDF മന്ത്രിമാർ സ്ത്രീ വിരുദ്ധ പരാമർശം അലങ്കാരമായി കൊണ്ടു നടക്കുകയാണെന്നും DYFI കുറ്റപ്പെടുത്തി. CP ജോൺ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് DYFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മന്ത്രി CP ജോൺ പൊതുസമൂഹത്തോടെ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DYFIയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. നിരവധി പ്രവർത്തകർ അണിനിരന്നു. മന്ത്രി CP ജോൺ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം ആധുനിക സമൂഹത്തിന് യോജിക്കാൻ കഴിയാത്തതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത DYFI ജില്ലാ സെക്രട്ടറി R ജയദേവൻ പറഞ്ഞു. UDF മന്ത്രിമാർ സ്ത്രീവിരുദ്ധത അലങ്കാരമായി കൊണ്ടു നടക്കുകയാണെന്നും ജയദേവൻ പറഞ്ഞു. സ്ത്രീകൾക്കെതിരെ എന്തും പറയാമെന്ന ധാർഷ്ട്യം UDF അവസാനിപ്പിച്ചില്ലെങ്കിൽ നേരിടാൻ DYFIക്ക് അറിയാമെന്നും ജയദേവൻ പറഞ്ഞു. കേരളത്തിലെ KSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ആ സൗജന്യ യാത്ര ചെയ്യുന്ന ബസ്സിൽ തിക്കിത്തിരക്കുകയും എന്നാൽ അവരുടെ മക്കളെ സ്വകാര്യ സ്കൂളുകളിൽ ചേർത്ത് പഠിപ്പിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നാണ്. 2, അസുഖം വന്നു കഴിഞ്ഞാൽ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാതെ സർക്കാർ ആശുപത്രികളിലെ വരാന്തകളിൽ അവർ കിടക്കുന്നു എന്നുള്ളതാണ്. എത്ര ദൗർഭാഗ്യകരമായ ഒരു പ്രസ്താവനയാണ് കേരളത്തിലെ ഒരു മന്ത്രിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. കേരളത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതിയിട്ടുള്ളത്? കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണ്. എത്ര സാധാരണപ്പെട്ടവനാണെങ്കിലും അവരുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസം നൽകുക എന്നതിന് വേണ്ടി ജീവൻ വരെ പണയം വെച്ചുകൊണ്ട് അവരുടെ മക്കളെ പഠിപ്പിക്കാൻ പ്രാപ്തരായ ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. ആ കേരളത്തിലെ ജനങ്ങളെ ആകെ അവഹേളിക്കുന്നതിന് തുല്യമാണ് CP ജോൺ നടത്തിയുള്ള പ്രസ്താവന. DYFI ജില്ലാ പ്രസിഡന്റ് ഷിബി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ MA ജിതിൻ രാജ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഷൈജു, വിനോദ് കുമാർ, സിനിത മോൾ, ഗിരീഷ്, ശശിധരൻ, P ദിനനാഥ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അപ്രതീക്ഷിതമായി ഉണ്ടായ പേമാരിയിലും കാലവർഷക്കെടുതിയിലും ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ സാമൂഹ്യബോധമുള്ള പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ അംഗങ്ങൾ തയ്യാറാകണമെന്ന് രമേശ് പിഷാരടി MLA അഭിപ്രായപ്പെട്ടു. എല്ലാവരും ചേർത്ത് പിടിക്കുന്നതാണ് കേരള മോഡലെന്നും MLA പറഞ്ഞു. KSSPA ജില്ലാ നേതൃയോഗം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ എല്ലാ മഹാദുരന്തങ്ങളെയും കേരളം അഭിമുഖീകരിക്കുകയും തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദുരന്തമനുഭവിക്കുന്ന ഒരാളെയും UDF സർക്കാർ അനാഥമാക്കില്ല. ജാതിമത രാഷ്ട്രീയ സങ്കുചിത ചിന്താഗതികൾ മാറ്റിവെച്ച് പ്രതിസന്ധി തരണം ചെയ്യാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് കേരളീയ സംസ്കാരത്തിന് യോജിച്ചതല്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ രമേശ് പിഷാരടി MLA പറഞ്ഞു. ഒരു വാചകമുണ്ട്, നമ്മൾ ഇനിയാണ് നമ്മുടെ സിനിമ യഥാർത്ഥത്തിൽ കാണാൻ പോകുന്നതെന്നും ഇത്രയും കാലത്തെ സേവനത്തിന് ശേഷം ഒരു വിശ്രമ ജീവിതത്തിലേക്കല്ല നമ്മൾ പോകുന്നത്, നമ്മൾ
കുറച്ചുകൂടെ സജീവമായി ആക്റ്റീവായി മുന്നിലേക്ക് വരിക എന്നുള്ളതാണ് ലക്ഷ്യമെന്നത് നമ്മൾ എല്ലാ റിട്ടയർമെന്റ് ഫംഗ്ഷനുകളിലും ആരെങ്കിലുമെല്ലാമായി പ്രസംഗിക്കാറുണ്ടെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമാകുകയോ ഇത്തരത്തിലൊക്കെ നമ്മൾ നിലനിൽക്കുകയോ ഒക്കെ ചെയ്യാതെ സജീവമാകുക എന്ന് പറയുന്നത് കുറച്ച് ഭാരിച്ച ജോലിയാണ്. പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടുക അല്ലെങ്കിൽ ഒറ്റയ്ക്കായി തീരുക. നമുക്ക് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നുകിൽ കുട്ടികൾ വളർന്നു കഴിഞ്ഞു, അവർക്ക് വലിയൊരു പിന്തുണയുടെ ആവശ്യം ഇനിയില്ല, നമുക്ക് കൃത്യമായൊരു പെൻഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അത്രയ്ക്കുള്ള ജീവിത ചെലവുകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് നേതൃയോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അന്തരിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിക്രമൻ നായരുടെ 5ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാലൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം പോൾ, ജില്ലാ സെക്രട്ടറി KMM റഷീദ്, കെ രാമനാഥൻ, എ ഗോപിനാഥൻ, ആർ മണി, TP ഉമ്മർ, ജമീല റഷീദ്, KK ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആരോഗ്യമേഖലയ്ക്ക് കൂടുതൽ കരുത്തേകാൻ ഷൊർണൂർ നഗരസഭ കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയുള്ള പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനൊരുങ്ങുന്നു. നിലവിലെ പഴക്കം ചെന്ന കെട്ടിടങ്ങളായ ഷൊർണൂരിലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും കണയം റോഡിലുള്ള സബ് സെൻ്ററിൻ്റെയും കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനം. ഇതിൻ്റെ മുന്നോടിയായി നഗരസഭ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ഷൊർണൂർ നഗരസഭ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൻ്റെ സബ് സെൻ്ററുകളാണ് ഷൊർണൂരിലുള്ള കുളഞ്ചേരി കുളത്തിന് സമീപമുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രം, കണയം റോഡിലുള്ള സബ് സെൻ്റർ എന്നിവ. എന്നാൽ കുറച്ച് വർഷത്തോളമായി ഈ 2 സബ് സെൻ്ററുകളുടെയും കെട്ടിടങ്ങൾ കാലപ്പഴക്കം ചെന്ന നിലയിലാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ നഗരസഭ നീക്കം. ഈ 2 സബ് സെൻ്റർ കെട്ടിടങ്ങളും പൊളിച്ചു നീക്കി ആ സ്ഥലത്ത് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനാണ് നഗരസഭ ഒരുങ്ങുന്നത്. പുതിയ ഭരണസമിതിയുടേതാണ് തീരുമാനം. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കൗൺസിൽ യോഗം തത്വത്തിൽ അംഗീകാരവും നൽകി കഴിഞ്ഞു. കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചു. കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് മുന്നോടിയായി നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല, വൈസ് ചെയർമാൻ VK അനുരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ VC സിന്ധു, സന്ധ്യ, സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയുള്ള പുതിയ കെട്ടിടങ്ങളാണ് നിർമ്മിക്കുക. ഇതിനായി 1,10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നിലവിലെ പഴയ കെട്ടിടങ്ങൾ അധികം വൈകാതെ തന്നെ പൊളിച്ചു മാറ്റാനാണ് നഗരസഭയുടെ തീരുമാനം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിജിലൻസ് അന്വേഷിക്കുന്ന മലമ്പുഴ സൈക്കിൾ ട്രാക്ക് പദ്ധതിയുടെ ഔദ്യോഗിക ഫയൽ കാണാനില്ലാത്തത് ഗൗരവകരമായ കുറ്റമെന്നും സ്വതന്ത്ര അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു. 2017 സെപ്റ്റംബർ 27-ന് ഭരണാനുമതി ലഭിച്ച പദ്ധതിക്ക് 6,27,00,000 ചെലവിൽ സൈക്കിൾ ട്രാക്ക് നിർമ്മാണം നടപ്പിലാക്കാനായിരുന്നു തീരുമാനമുണ്ടായത്. 100 ഫീറ്റ് റോഡിൽ അമൃത് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സൈക്കിൾ ട്രാക്ക്, ഫുട്പാത്ത് പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർണായക ഔദ്യോഗിക ഫയൽ കാണാനില്ലെന്നാണ് പാലക്കാട് നഗരസഭാ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടൽ വഴി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഫയൽ നഷ്ടമായ സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തി ഉത്തരവാദിത്തങ്ങളെ കണ്ടെത്തണമെന്നാണ് ആവശ്യം. 2017 സെപ്റ്റംബർ 27-ന് ഭരണാനുമതി ലഭിച്ച പദ്ധതിക്ക് 6.27 കോടി രൂപ ചെലവിൽ സൈക്കിൾ ട്രാക്ക് നിർമ്മാണം നടപ്പിലാക്കാനായിരുന്നു തീരുമാനം. 2019 ജൂലൈ 2-ന് നിർമ്മാണം ആരംഭിച്ച പദ്ധതിയുടെ പൂർത്തീകരണ തീയതി 2020 ഒക്ടോബർ 3 ആയിരുന്നെങ്കിലും കോവിഡ് ഉൾപ്പെടെയുള്ള കാരണത്താൽ പദ്ധതി വൈകിയതായി നഗരസഭാ രേഖകളിൽ പറയുന്നുണ്ട്. വിവരാവകാശ രേഖകൾ പ്രകാരം പ്രവൃത്തി പൂർത്തിയാക്കിയ ശേഷമാണ് ക്യൂബ് ടെസ്റ്റ് നടത്തിയത്. പദ്ധതിയുടെ ഡിഫക്റ്റ് ലയബിലിറ്റി കാലാവധി 3 വർഷമായിരുന്നു. എന്നിട്ടും ഇന്നുവരെ സൈക്കിൾ ട്രാക്കും ഫുട്പാത്തും പല ഭാഗങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ് അശാസ്ത്രീയമായ നിലയിൽ കിടക്കുകയാണ്. പ്രവൃത്തി പൂർത്തിയായതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പദ്ധതി ഇതുവരെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല. കൂടാതെ കരാറുകാരനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഔദ്യോഗിക മറുപടികളിൽ നിന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പദ്ധതിയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് 2026 ഫെബ്രുവരി 6-ന് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻസ് ബ്യൂറോയിൽ പരാതി നൽകിയത്. തുടർന്ന് 2026 മാർച്ച് 5-ന് കൂടുതൽ രേഖകളും തെളിവുകളും ഉൾപ്പെടുത്തി അനുബന്ധ പരാതിയും സമർപ്പിച്ചു. പ്രസ്തുത വിജിലൻസ് അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച മറുപടിയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒറിജിനൽ ഔദ്യോഗിക ഫയൽ കാണാനില്ലെന്നും അത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും പാലക്കാട് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ഈ മറുപടി പ്രകാരം 2026 മെയ് 4-ന് ഫയൽ നഷ്ടപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് അതേ പദ്ധതിയുടെ ഔദ്യോഗിക ഫയൽ തന്നെ കാണാനില്ലെന്ന് നഗരസഭ അറിയിക്കുന്നത്. ഭരണാനുമതി, എസ്റ്റിമേറ്റ്, ടെൻഡർ രേഖകൾ, കരാർ, മെഷർമെൻറ്റ് ബുക്ക്, ബില്ലുകൾ, പേയ്മെൻറ്റ് വിവരങ്ങൾ,
പരിശോധനാ റിപ്പോർട്ടുകൾ, ഗുണനിലവാര പരിശോധനാ രേഖകൾ തുടങ്ങിയ നിർണായക രേഖകൾ ഉൾക്കൊള്ളേണ്ട ഫയൽ നഷ്ടപ്പെട്ടതായി ഔദ്യോഗികമായി സമ്മതിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഫയൽ എപ്പോൾ, എങ്ങനെ, ആരുടെ കസ്റ്റഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു, പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ നിലവിലെ സ്ഥിതി എന്തെന്ന്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി നൽകിയിട്ടുള്ളതായും ഭാരവാഹികൾ പറഞ്ഞു. 2017 അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ചതാണ് ഈ സൈക്കിൾ ട്രാക്കിനും ഫുട്പാത്തിനുമുള്ളത്. അത് കഴിഞ്ഞ് 2018 നമുക്കറിയാം കോവിഡായിരുന്നു. 2020 സൈക്കിൾ ട്രാക്ക് നിർമ്മാണം പൂർത്തിയാക്കി. 2020 പൂർത്തിയാക്കി കഴിഞ്ഞ് കോൺട്രാക്ടർ 6.7 crores വാങ്ങിച്ച് സ്ഥലം വിട്ടു. അതിനുശേഷമാണ് എല്ലാ ദുരന്ത നാടകങ്ങളും. ഈ കോൺട്രാക്ടിന്റെ ഒരു മെയിൻ ക്ലോസ് ഉണ്ടായിരുന്നത്, അതിന്റെ ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് 3 years ആയിരുന്നു. 3 years കഴിഞ്ഞുപോയി. പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലും വളരെ ശാസ്ത്രീയമായ ഒരു സൈക്കിൾ ട്രാക്കിനുള്ള ഒരു സാഹചര്യവും സൗകര്യമില്ലാത്ത രീതിയിൽ അത് നിർമ്മിച്ച് കോൺട്രാക്ടർ പണം വാങ്ങിച്ച് പോയി. അതോടുകൂടി നഗരസഭാ വിഷയത്തിൽ നിന്ന് മാറി. അപ്പൊ ഞങ്ങൾ ഫെബ്രുവരി മാസത്തിൽ ആദ്യം പരാതി കൊടുത്തു. ആ പരാതിക്ക് മറുപടി ലഭിച്ചില്ല. അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ ആർടിഐയിലൂടെ ശേഖരിച്ച് വിജിലൻസിന് പരാതി കൊടുത്തു. വിജിലൻസിന് ആദ്യ പരാതി കൊടുത്ത് അതിന്റെ തുടർച്ചയായി സബ്സിഡറി എവിഡൻസ്, സപ്ലിമെന്ററി എവിഡൻസ് എല്ലാം 1 മാസത്തിനകം വിജിലൻസിന് വീണ്ടും കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി വേണുഗോപാൽ, ജില്ലാ സെക്രട്ടറി ഉദയൻ, സുകുമാരൻ, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സാബു അകമല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ CPM മങ്കര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മങ്കര ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആളുകൾക്ക് കൃത്യമായിട്ട് ഭക്ഷണമില്ല, കിടന്നുറങ്ങാനുള്ള സൗകര്യമില്ല. അങ്ങനെ ഒരു ഏകോപനവുമില്ലാത്ത സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ UDFന്റെ ഭരണം പോകുന്നത്. അങ്ങനെ എല്ലാ തലങ്ങളിലും നമ്മൾ ഈ കേരളത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വികസന മുന്നേറ്റങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന തരത്തിലേക്ക് UDFന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മളിപ്പോൾ 2020 കോവിഡ് വന്നപ്പോൾ ആ കോവിഡിന്റെ കാലത്ത് UDFകാരനെ, കോൺഗ്രസ്സുകാരനെ പറഞ്ഞല്ലോ, പിണറായി വിജയനല്ല, ഇടതുപക്ഷമല്ല കേരളം ഭരിച്ചിരുന്നതെങ്കിൽ എന്താവുമായിരുന്നു? ലോകരാജ്യങ്ങൾക്ക് തന്നെ മാതൃകയാകുന്ന തരത്തിലല്ലേ ആ കാലത്ത് പ്രവർത്തിച്ചത്? CM അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത, VP സദാശിവൻ, OM മോഹനൻ രാജ് എന്നിവർ സംസാരിച്ചു. മങ്കര CPM ലോക്കൽ സെക്രട്ടറി ER ശശി സ്വാഗതവും CK ചന്ദാമര നന്ദിയും പറഞ്ഞു. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ നെടുങ്ങോട്ടൂർ പരുത്തിപ്പുറ യൂണിറ്റ് സമ്മേളനം പരുത്തിപ്പുറ TMS LP സ്കൂളിൽ സംഘടിപ്പിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VC സിന്ധു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ നെടുങ്ങോട്ടൂർ പരുത്തിപ്പുറ യൂണിറ്റ് സമ്മേളനം പരുത്തിപ്പുറ TMS LP സ്കൂളിൽ സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VC സിന്ധു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന വന്നതുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് നമ്മുടെ ഈ സംഘടന. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളിലും ഒക്കെ നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സംഘടന കൂടിയാണ് നമ്മുടെ
ഈ സംഘടന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ പ്രദേശത്ത്. അതുപോലെ തന്നെ മക്കളൊക്കെ ജോലി വിദേശത്ത് പോയി പഠനത്തിനും ജോലിയിലൊക്കെ പ്രവേശിച്ച് കഴിയുമ്പോൾ വീട്ടിലെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർഡായിരിക്കുന്ന അച്ഛനമ്മമാരും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ സങ്കടങ്ങളിലും അതുപോലെ സന്തോഷങ്ങളിലും ഒക്കെ ഇടപെടാൻ നമ്മുടെ ഈ സംഘടനയ്ക്ക് വളരെയധികം സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ഈ സംഘടനയുടെ ഭാരവാഹികൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് ഇടപെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചെറുപ്പക്കാരെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സംഘടനയാണ് ഈ സീനിയർ സിറ്റിസൺ സംഘടന. നമ്മുടെ ഏതൊരു സഹായ സഹകരണങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ഏത് പ്രവർത്തനങ്ങൾക്കും നഗരസഭയുടെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും ഏതൊരു കാര്യത്തിനും മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ നമ്മുടെ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി MC രമേശൻ സ്വാഗതവും റിപ്പോർട്ട് അവതരണവും നടത്തി. സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം K കുമാരി, മുൻ നഗരസഭാ ചെയർമാൻ M നാരായണൻ, കൗൺസിലർ ബേബി ഗിരിജ, മേഖലാ പ്രസിഡന്റ് MK രാമേന്ദ്രൻ, സെക്രട്ടറി K ചന്ദ്രൻ, N ലോഹിതാക്ഷൻ, NR സതീന്ദ്രൻ, KR മോഹൻദാസ്, MK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K ശങ്കരൻകുട്ടി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി മോഹൻദാസ് ചടങ്ങിന് നന്ദി അറിയിച്ചു. പുതിയ യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ, സെക്രട്ടറി MC രമേശൻ, ട്രഷറർ MA മുഹമ്മദ് അലി എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് പ്രസ് ക്ലബ്ബ് ലൈബ്രറിക്ക് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗത്വം ലഭിച്ചു. അംഗത്വ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങലും പുസ്തക ചർച്ചയും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ CP ചിത്രഭാനു നിർവഹിച്ചു. ഗ്രന്ഥശാല എന്ന നിലയ്ക്ക് അനവധി തരത്തിലുള്ള പരിമിതികൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. തിരക്കേറിയ നിങ്ങളുടെ ജോലിഭാരങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടും വായിക്കുക എന്നതിന് പ്രാധാന്യം കൊടുക്കുന്നതിനപ്പുറം അനവധി തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് സഞ്ചരിക്കുക എന്നതാണ് സ്വാഭാവികമായും സംഭവിക്കുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് പൊതുസമൂഹത്തിന് ഉപകാരപ്പെടേണ്ടുന്ന ഒരു പൊതു വായനശാലയാണ് എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതിൽ നിങ്ങൾ ഊന്നൽ നൽകണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വളരെ തുച്ഛമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 12,000 രൂപ വാർഷിക ഗ്രാൻറ്റും ഇവിടെ ഈ പുസ്തകങ്ങൾ സൂക്ഷിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നയാൾക്ക് ഒരു ചെറിയ അലവൻസും എന്നതാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ ആനുകൂല്യം എന്ന് പറയും. ആ തുക പോലും വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സാധാരണ ജനങ്ങൾ അടയ്ക്കുന്ന ലൈബ്രറി സെസ്സിൽ നിന്നും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു. കേരളത്തിലെ സാമൂഹിക മാറ്റത്തിന് വഴിവെച്ചതിലൊന്ന് ഗ്രന്ഥശാല പ്രസ്ഥാനമാണ്. സമൂഹത്തിലെ ശരി തിരഞ്ഞെടുക്കാനും പ്രതികരിക്കാനും വായനയിലൂടെ കഴിയും. വിമർശിക്കുന്നവരെ നിരായുധരാക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അസഹിഷ്ണുത ഏറ്റുവാങ്ങേണ്ട വിഭാഗമായി എഴുത്തുകാർ മാറുന്നുണ്ട്. യാഥാർത്ഥ്യം പറയാതിരിക്കുകയും എഴുതാതിരിക്കുകയും ചെയ്യേണ്ടത് ചിലരുടെ ആവശ്യമാണ്. അതിന് വഴിപ്പെടാതിരിക്കാൻ ജാഗ്രത ആവശ്യമാണെന്നും ചിത്രഭാനു പറഞ്ഞു. ലോകപ്രകാശനം താലൂക്ക് ലൈബ്രറി സെക്രട്ടറി V രവീന്ദ്രൻ നിർവഹിച്ചു. എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, ഏകർവർഗ വഞ്ചകപുരാണം, കടലാഴങ്ങൾ എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ് M ഷൺമുഖദാസ് എഴുത്തനുഭവങ്ങൾ പങ്കുവച്ചു. ഫൈസൽ കോങ്ങാട്, മധുസൂദനൻ കർത്ത എന്നിവർ പുസ്തക പരിചയം നടത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ്, മുഹമ്മദ് അലി, ഗ്രന്ഥശാല പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം ആധുനിക സമൂഹത്തിന് യോജിക്കാൻ കഴിയാത്തതെന്ന് DYFI. UDF മന്ത്രിമാർ സ്ത്രീ വിരുദ്ധത അലങ്കാരമായി കൊണ്ടു നടക്കുകയാണെന്നും DYFI. CP ജോൺ പൊതുസമൂഹത്തോടെ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് DYFIയുടെ നേതൃത്വത്തിൽ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ മാർച്ച്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാരിൻ്റെ ജനദ്രോഹ നടപടിക്കെതിരെ മങ്കര ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് CPM പ്രതിഷേധ മാർച്ച്. അപ്രതീക്ഷിതമായുണ്ടായ പേമാരിയിലും കാലവർഷക്കെടുതിയിലും ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ സാമൂഹ്യബോധമുള്ള പെൻഷനേഴ്സ് അസോസിയേഷന്റെ അംഗങ്ങൾ തയ്യാറാകണമെന്ന് രമേശ് പിഷാരടി MLA. എല്ലാവരും ചേർത്ത് പിടിക്കുന്നതാണ് കേരള മോഡലെന്നും MLA. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ നേതൃത്വ യോഗം പാലക്കാട്ട്. ആരോഗ്യമേഖലയ്ക്ക് കൂടുതൽ കരുത്തേകാൻ ഷൊർണൂർ നഗരസഭ കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയുള്ള പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനൊരുങ്ങുന്നു. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് നിലവിലുള്ള പഴക്കം ചെന്ന കെട്ടിടങ്ങളായ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും കണയം റോഡിലുള്ള സബ് സെൻ്ററിൻ്റെയും കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി
2 കെട്ടിടങ്ങൾ നിർമ്മിക്കുക, 1,10,00,000 രൂപ ചിലവിൽ. കെട്ടിടസ്ഥലം നഗരസഭ അധികൃതർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.